എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വീണ്ടും മലയാളത്തിൻ്റെ വേറൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എങ്ങനെ എഴുതാം, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് എഴുതേണ്ടത് എന്നുള്ളതായിരുന്നു വീഡിയോ തന്നിരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ വേറൊന്നുമല്ല, മലയാളത്തിൻ്റെ തന്നെ ഒരു വിഭാഗമാണ് ചേർത്തെഴുതുക, പിരിച്ചെഴുതുക എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചു വരുന്നതാണ്. മക്കളെ, നിങ്ങൾക്കും അതുപോലെ നിങ്ങൾ വലുതായി വരുമ്പോൾ നിങ്ങൾക്ക് PSC എക്സാമൊക്കെ ഒരു ജോലിക്കല്ലേ, ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്ന രീതിക്കല്ലായിരിക്കും ചോദിക്കുന്നത്, സന്ധി എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ തന്നെ ഒരു വിഭാഗം സന്ധികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മാക്സിമം കൂടുതൽ ലാഗ് ചെയ്യിക്കാതെ എടുക്കാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് സന്ധി എന്ന് നമുക്ക് ആദ്യം നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്നുള്ള പ്രവർത്തനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മലയാളത്തിലെ സന്ധികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം, ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തുവാ, എന്താണ് സന്ധി, എന്താണ് സന്ധി. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, ശ്രദ്ധിക്കുക, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റമാണ് സന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ മാറ്റമാണ് എന്തെന്ന് പറയുന്നത് സന്ധി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത് സന്ധികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്ധി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, എന്താ ഈ വർണ്ണം? വർണ്ണം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മുടെ അക്ഷരം. എന്താണ്? അക്ഷരമാണ്. വർണ്ണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ പ്രധാന ഘടകമാണ് വർണ്ണം എന്ന് പറയുന്നത്. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയുടെ പ്രധാന ഘടകമാണ് എന്തെന്ന് പറയുന്നത് വർണ്ണം. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയുടെ പ്രധാന ഘടകമാണ് വർണ്ണം. അതുപോലെ തന്നെ പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. അപ്പൊ വർണ്ണം എന്താണ്? നമ്മുടെ അക്ഷരങ്ങൾ തന്നെയാണ് വർണ്ണം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഭാഷയുടെ പ്രധാന ഘടകമാണ് വർണ്ണം. ഭാഷയുടെ പ്രധാന ഘടകമാണ് വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. അപ്പൊ ഈ വർണ്ണങ്ങൾ ഏതൊക്കെയാ? ഞാൻ പറഞ്ഞു അക്ഷരങ്ങളാണ് വർണ്ണം എന്ന്. അപ്പൊ വർണ്ണങ്ങൾ ഏതൊക്കെയായിരിക്കും? നമ്മുടെ സ്വരാക്ഷരങ്ങൾ വരും. എന്ത് വരും? സ്വരാക്ഷരങ്ങൾ വരും. ചന്ദ്രക്കല ചേർന്ന് വരുന്ന വ്യഞ്ജനങ്ങൾ വരും. എന്ത് വരും? ചന്ദ്രക്കല ചേർന്ന് വരുന്ന വ്യഞ്ജനങ്ങൾ വരും. പിന്നീട് നമ്മുടെ ചില്ലക്ഷരങ്ങളുണ്ടല്ലോ, ചില്ലക്ഷരങ്ങൾ വരും. പിന്നെ എന്ത് വരും? നമ്മുടെ അനുസ്വാരവും വിസർഗവും വരും. അനുസ്വാരവും വിസർഗവും വരും. ശ്രദ്ധിക്കുക, വർണ്ണങ്ങളിൽ എന്തൊക്കെ വരും മക്കളെ? സ്വരാക്ഷരങ്ങൾ വരും, ചന്ദ്രക്കല ചേർന്ന് വരുന്ന വ്യഞ്ജനങ്ങൾ വരും, പിന്നെ ചില്ലക്ഷരങ്ങൾ വരും, പിന്നെ എന്ത് വരും? അനുസ്വാരം വരും, വിസർഗം വരും. അനുസ്വാരവും വിസർഗവും അറിയുമോ? അതായത് നമ്മുടെ സ്വരാക്ഷരങ്ങളിൽ അ എന്ന് നമ്മൾ ലാസ്റ്റ് എഴുതത്തില്ലേ, അതിൽ എന്നതാണ്, എന്ന് നമ്മൾ ഉച്ചരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ അനുസ്വാരം എന്ന് പറയുന്നത്. എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഏതിലാ വരുന്നത്? അനുസ്വാരമാണ്. അത് അനുസ്വാരം. വിസർഗം എന്ന് പറഞ്ഞാൽ എന്താടാ? എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത് അല്ലേ, എന്ന് ഉച്ചരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കഴിഞ്ഞ് വരുന്ന അതാണ് എന്ത്? വിസർഗം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് വർണ്ണം? വർണ്ണം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് വർണ്ണം. ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. സ്വരാക്ഷരങ്ങൾ, ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങൾ, ചില്ലക്ഷരങ്ങൾ, പിന്നെയോ അനുസ്വാരം, വിസർഗം. ഇത്രയും എന്തിൽ വരുന്നത്? നമ്മുടെ വർണ്ണങ്ങളിൽ പെടുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, എന്താണ് വർണ്ണം. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. സന്ധിയാണല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സന്ധി? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റമാണ് സന്ധി. ഒരിക്കൽ കൂടെ പറയാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റമാണ് സന്ധി. മനസ്സിലായോ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. അപ്പൊ വർണ്ണം എന്താണെന്ന് മനസ്സിലായി.
സന്ധി എന്താണെന്ന് മനസ്സിലായി. സന്ധി എന്ന് പറഞ്ഞാൽ ചേരുക, ചേർക്കുക എന്നൊക്കെയല്ലേ അർത്ഥം, ചേർന്നത് എന്നൊക്കെ അർത്ഥം അല്ലേ. അപ്പോ സന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവർക്ക് തമ്മിലുണ്ടാകുന്ന മാറ്റമാണെന്ന് പറയുന്നത് സന്ധി. അങ്ങനെ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് 4 സന്ധിയായിട്ട് വിഭജിച്ചിട്ടുണ്ട്. വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സന്ധികൾ എത്ര വിധമുണ്ട് മക്കളെ? 4 വിധം. എത്ര വിധം? 4 വിധം. വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സന്ധി എത്ര വിധമാണ് ഉള്ളത്? 4 വിധം. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. അപ്പോ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സന്ധികളെ എത്രയായി തിരിക്കാം? 4 ആയി തിരിക്കാം. എത്രയായി തിരിക്കാം? 4 ആയി തിരിക്കാം. ഏതൊക്കെയാ അത്? ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. നമ്മൾ ഇത്രയും നേരം നോക്കിയ കാര്യങ്ങൾ തറവാക്കാനായിട്ട് ഒരിക്കൽ കൂടെ അല്ലേ. സന്ധി അതായത് പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്ന് പറയുന്നത് സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റമാണ് സന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. അപ്പൊ വർണ്ണം എന്താണെന്ന് പറഞ്ഞു അല്ലേ. അക്ഷരങ്ങളാണ്. ഏതൊക്കെ അക്ഷരങ്ങൾ വരുമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ പ്രത്യേകതയും പറഞ്ഞു തന്നു. അപ്പൊ സന്ധി അല്ലേ. സന്ധി എന്ന് പറഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് പറയുന്നത്. അതായത് വർണ്ണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച്, വർണ്ണങ്ങളിൽ അക്ഷരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് സന്ധിയെ എത്രയായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത്? 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 4 സന്ധികളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. ഏതൊക്കെയാണ്? ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. ഇത്രയാണ് 4 സന്ധികൾ. അതിൽ ഇന്ന് നമ്മൾ ഒരേ ഒരു സന്ധി മാത്രമേ നോക്കുന്നുള്ളൂ. അതിന്റെ ഉദാഹരണം ലോപസന്ധി. ആദ്യത്തെ നമുക്ക് ഏത് പഠിക്കാമെന്ന്? ലോപസന്ധി എന്താണ്, അതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് മാത്രം നമുക്കിന്ന് നോക്കാം. ബാക്കിയുള്ളത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതാണ് ലോപസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതാണ് ലോപസന്ധി. അപ്പൊ ലോപിക്കുക എന്ന് പറഞ്ഞാൽ കുറയുക. ലോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താടാ? കുറയുക. ലോപിക്കയുടെ അർത്ഥം എന്തുവാ? കുറയുക. അപ്പൊ എളുപ്പമല്ലേ പഠിക്കാൻ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, 2 വാക്കുകൾ തമ്മിൽ ചേരുമ്പോ അതിലെന്ത് ചെയ്യും? ഒന്ന് കുറഞ്ഞു പോകും, ഒന്നിനെ കാണാതെ പോകും. അതാ എന്തെന്ന് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഒന്ന് ലോപിക്കുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു. ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ ലോപസന്ധി നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നു, ഒന്ന് കുറഞ്ഞു പോകുന്നു. ഒന്ന് കുറഞ്ഞു പോകുന്ന ആ സന്ധി എന്ന് പറയാം, നമുക്ക് ലോപസന്ധി എന്ന് പറയാം അല്ലേ. അപ്പൊ സന്ധി എന്താണെന്ന് നോക്കി. അപ്പോൾ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് സന്ധികളെ എത്രയാ തരംതിരിച്ചിട്ടുള്ളത്? 4 ആയിട്ടാണ്. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി അല്ലേ. 4 ആണ്. അതിൽ നമ്മൾ ഇന്ന് എന്താ നോക്കുന്നേ? ലോപസന്ധിയാണ് നോക്കുന്നത്. എന്താണ് ലോപസന്ധി? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം എന്ത് ചെയ്യും? ലോപിച്ചു പോകും. ഒരു വർണ്ണം എന്ത് ചെയ്യും? ലോപിച്ചു പോകും. അതാണെന്ന് പറയുന്നത് ലോപസന്ധി. ലോപസന്ധിക്ക് 2-3 ഉദാഹരണങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. സൈഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനുണ്ടാകുന്ന ആ വർണ്ണത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്താണ്. നമ്മൾ പറഞ്ഞല്ലോ, ലോപസന്ധി എന്ന് പറഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നു, ഒന്ന് കുറഞ്ഞു പോകുന്നു. അതായത് നമുക്ക് ആദ്യം പരിചിതമായ ഒരു വാക്ക് തന്നെ എടുക്കാം. പെറ്റ അധികം അമ്മ. പെറ്റ അധികം അമ്മ അല്ലേ. അതിന് നമ്മൾ എഴുതുമ്പോൾ എന്താ എഴുതുക? പെറ്റമ്മ എന്ന ഒരു പദമായിട്ട് മാറും. അതിനെന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതുമ്പോൾ പെറ്റമ്മ എന്ന പദമായിട്ട് മാറും. മാറുമോ ഇല്ലയോ? മാറുക തന്നെ ചെയ്യും. അപ്പോ ഈ പെറ്റമ്മ എന്ന് എഴുതുമ്പോൾ പെറ്റ അധികം അമ്മയല്ലേ, അതിലവിടെ ആ എന്ന അക്ഷരം എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. ആ എന്ന അക്ഷരം അകാരം എന്ത് ചെയ്യുന്നു? അവിടെ ലോപിച്ച് പോകുന്നു. ആ എന്ന അക്ഷരം അവിടെ എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. അങ്ങനെയാണ് ഇത് എന്തിന് ഉദാഹരണമായി മാറുന്നത്? ലോപസന്ധിക്ക് ഉദാഹരണമായി മാറുന്നത്. പെറ്റ അധികം അമ്മ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ
പെറ്റമ്മ എന്ന് എഴുതുന്നു അല്ലേ. അപ്പൊ അതിൽ ആ അവിടെ കാണാനുണ്ടോ? ആ അവിടെ ലോപിച്ചു പോകുന്നു, അത് അവിടെ കുറഞ്ഞു പോകുന്നു. ആ എന്ന അക്ഷരം അതെന്തിന് ഉദാഹരണമാണ്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അതെന്തിന് ഉദാഹരണമാണ്? ലോപസന്ധിക്ക് ഉദാഹരണം ആണ്. അത് മറക്കരുത്. അതിനുശേഷം നോക്കുക, കണ്ടു അധികം ഇല്ല. കണ്ടു അധികം ഇല്ല. നമ്മൾ എങ്ങനെ എഴുതും? കണ്ടില്ല. കണ്ടു അധികം ഇല്ല എന്താണ്? കണ്ടില്ല. അവിടെ ഊ അടയാളം മിസ്സായിപ്പോയി അല്ലേ. ഉകാരം അവിടെ കാണാനില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അക്ഷരം അല്ലെങ്കിൽ ആ ഒരു വാക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു പോകുന്നുണ്ട്, ലോപിക്കുന്നുണ്ട്. അതെന്താണ്? നമ്മുടെ ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അതുപോലെ അടുത്ത വാക്കാണ് പച്ച അധികം അരി എന്ന് പറയുന്നത്. പച്ച അധികം അരി നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? പച്ചരി എന്ന് എഴുതും അല്ലേ. അതോ നമ്മൾ വീട്ടിലൊക്കെ പറയുന്നതാണ് പച്ചരി എന്ന് എഴുതുമോ? ഇല്ല, പച്ചരി എന്ന് എഴുതും. അവിടെ ആ എന്ന അക്ഷരം എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. അതിനാൽ അതെന്താണ്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പൊ പെറ്റമ്മ അല്ലേ, പെറ്റമ്മ, കണ്ടില്ല, പിന്നെ ഏതാ? നമ്മുടെ പച്ചരി. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ലോപസന്ധിക്ക് ഉദാഹരണമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ പിൽക്കാലത്ത് ഒരുപാട് ആവശ്യം വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. ഇനി ഈ സന്ധികൾ 4 പറഞ്ഞു തന്നതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ എഴുതി ഇന്നലത്തെ കണക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നോക്കാം. സന്ധിയാണ് നമ്മൾ നോക്കിയത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റമാണ് സന്ധി. വർണ്ണങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സന്ധിയെ 4ആയി തിരിച്ചിട്ടുണ്ട്. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി എന്നിവയാണവ. അതിൽ ലോപസന്ധിയാണ് നമ്മൾ നോക്കിയത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു. ഒന്ന് കുറഞ്ഞു പോകുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ പെറ്റ അധികം അമ്മ പെറ്റമ്മയാണെന്നും, കണ്ടു അധികം ഇല്ല കണ്ടില്ല എന്നാണെന്നും, അത് കഴിഞ്ഞിട്ട് എന്ത് നോക്കി? പച്ച അധികം അരി പച്ചരിയാണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പറ്റുന്നിടത്തോളം ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.